ഹായ്, വീണ്ടും നമസ്കാരം. അതിൻ്റെ ഇടയിൽ ഒരു ഫോൺ വന്ന് ബുദ്ധിമുട്ടല്ല, നമ്മളെ ജോലി സംബന്ധമായ ഒരു പരസ്യ സംബന്ധമായ ഒരു ക്ലയൻറ്റ് വിളിച്ചതാണ്. അവരുടെ ആഡിൻ്റെ കുറേ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിനിടയിൽ ചില ആഡുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ തട്ടിയും മുട്ടിയും പോകുന്നത്. കാര്യങ്ങൾ ചെയ്യണ്ടേ. മുമ്പ് വളരെ ആക്റ്റീവായിട്ട് നമ്മൾ കാറൊക്കെ എടുത്ത് ഇവിടുന്ന് ദൂരങ്ങളിൽ ഒരുപാട് സ്ഥലത്ത് വരെ പോകും. പിന്നെ നമ്മൾ തൃശ്ശൂർ ജോയി ആലുക്കാസിൻ്റെ ഒരു മീറ്റിങ്ങിന് പോയിട്ടുണ്ട്. അല്ല, ഞാനും ലേഖയും കൂടി തന്നെയാണ് പോകാറ്. ആ സമയത്ത് നമ്മൾ വടക്കുന്നാഥൻ്റെ അമ്പലത്തിൽ പോയി. വടക്കുന്നാഥൻ്റെ അമ്പലത്തിൽ നമ്മൾ ആ സമയത്ത് പോയി. വടക്കുന്നാഥൻ്റെ അമ്പലത്തിലെല്ലാം ക്ലോസ് ആയി, എല്ലാവരും ഇറങ്ങി ക്ലോസ് ആയി. ലാസ്റ്റ് 11 മണിക്ക് എങ്ങാണ്ട് ക്ലോസ് ചെയ്യല്ലേ. എന്നിട്ട് അവസാനം ഒരായിട്ട് പെട്ടെന്ന് വാങ്ങുന്നു. നമ്മൾ പെട്ടെന്ന് തിരക്കൊന്നുമില്ലാതെ നമുക്ക് നമ്മൾ മാത്രല്ലേ ലാസ്റ്റ് നിമിഷം നമ്മൾ മാത്രം. അപ്പൊ നമുക്ക് കാണാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ കാണുമെന്ന് പറഞ്ഞ പോലെ നമുക്ക് വേണ്ടിയിട്ട് അമ്പലം കാത്തിരുന്നത് പോലെ ആയിപ്പോയി അല്ലേ. സമയം അടിപൊളി. അതിൽ നല്ലൊരു ഓർമ്മയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ചില അവസ്ഥകളിലേക്ക് പോയത്. അതൊക്കെ വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്ന് പറയുന്ന പോലെ പിന്നെ എന്ത് വരട്ടെ, നമ്മൾ നേരിട്ടല്ലേ പറ്റുള്ളൂ. ഏതൊരവസ്ഥകൾ വന്നു കഴിഞ്ഞാലും നമ്മൾ പിന്നെ മനസ്സും ശരീരം അർപ്പിച്ച് അതിനെ പോരാടുക അല്ലേ, പോരാടി തോൽപ്പിക്കുക. അതൊക്കെ ശരിയാവും അല്ലേ. ഇനിയിപ്പോൾ ഒരു സിനിമയുടെ പ്ലാനിങ് ഉണ്ട്. ആ സിനിമ എഴുത്തിൻ്റെ മുമ്പ് എഴുതി വെച്ചതാണ്. ലേഖ മുമ്പ് എഴുതി തീർത്ത സ്ക്രിപ്റ്റാണ്. 2-3 സ്ക്രിപ്റ്റ് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു സ്ക്രിപ്റ്റ് ഒരു പ്രമുഖ നടനോട് സംസാരിക്കാനൊരു പരിപാടിയാണ്. അപ്പോൾ അതിനൊരു സമയം കിട്ടിയിട്ടില്ല. അത് പോയി പെട്ടെന്ന് തന്നെ ചെയ്ത് അതിൻ്റെ 2ാമത്തെ പ്രൊജക്റ്റ് തുടങ്ങണം. പലരും ചോദിക്കാറുണ്ട്, ആദ്യത്തെ പ്രൊജക്റ്റ് കഴിഞ്ഞതിന് ശേഷം എന്തിനാ ഇത്ര ഗ്യാപ്പ് എന്ന്. അപ്പോൾ ആദ്യത്തെ പ്രൊഡക്ഷനിൽ നിന്ന് 2ാമത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെയോ ജീവിത പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ ഇനി ശക്തമായിട്ട് വരണം, പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണം. പിന്നെ അതുപോലെ നമ്മൾ വെബ് സീരീസ് പകുതി ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ. അത് ലേഖ ആക്റ്റീവ് ആവാതെ അത് ശരിയാവില്ല. ലേഖ ആക്റ്റീവ് ആയില്ലേ ഞാനും അങ്ങനെ അമ്മടി പിടിച്ചാടി. ഇന്നലെ എന്നോട് അമ്പോട്ട് ലേഖ നീ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാനും കിടന്നു പോകുന്നു, എനിക്ക് പറ്റുന്നില്ലല്ലോ. പിന്നെ എല്ലാവർക്കും മക്കളും പറയൂ അമ്മ സൈഡായി പോയാൽ നമ്മുടെ സൈഡാവും, അമ്മ എഴുന്നേൽക്കുക അങ്ങനെ പിന്നെ ഞാനും ദോശക്കുള്ള രാവിലെ ദോശക്കുള്ള സംഭവം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ദോശ വിടുന്നു. പിള്ളേരും കൂടെ എഴുന്നേറ്റതിന് ശേഷം ദോശ വിടാന്നുള്ള പരിപാടിയിലാണുള്ളത്. ദോശയുടെ കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് അത് മറന്നുകൊണ്ടാ വിചാരിച്ചിട്ടാണ്. അതൊരു വീഡിയോ ആക്കാം. അല്ല, ഞാൻ പറഞ്ഞതുകൊണ്ട് ലേഖ ഇങ്ങനെ ടയർഡായി നിൽക്കുന്ന ഞാനും തളർന്നു പോകുന്നു പറയാനുണ്ടാകുന്ന ഒരു കാരണമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുള്ള ഒരാളെ വിശ്വസിക്കുകയല്ലേ, നമുക്കൊരു എനർജി കിട്ടുന്നു. മുമ്പ് ഈ പ്രണയിക്കുന്ന സമയത്ത് നമ്മളൊരു എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ പുറത്തേക്ക് വരും. നമ്മൾ സുഹൃത്തിൻ്റെ സ്റ്റുഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു വലിയൊരു ആൽമരമുണ്ട്. ആൽമരത്തിൻ്റെ ചോട്ടിന്ന് ഞാൻ പറയില്ലേ, എനിക്ക് നിന്റെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്, നീ എനിക്ക് തരണം ശക്തി, നിന്റെ ശക്തി. കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണത്തിൻ്റെ ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. എഡിറ്റർ നാരായണനോട്, ഒരു മഹാനായ എഡിറ്റർ ഉണ്ട്, നാരായണൻ കെ. നാരായണൻ എന്ന് പറഞ്ഞ ഒരു എഡിറ്ററായിരുന്നു അന്നേരം ചെയ്തോണ്ടിരുന്നത്. 7 Arts മോഹൻ്റെ അനുജൻ. അപ്പോൾ ആ എഡിറ്റർ നാരായണനോടാണ് ഞാൻ പറഞ്ഞത്, ഈ കുട്ടിയെ നമുക്കൊന്ന് ആലോചിച്ചാലോ, എനിക്ക് കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, നോക്കടാ പിന്നെന്താ അടിപൊളി. അപ്പം ഞാൻ പറഞ്ഞു, നിൻ്റെ മുഴുവൻ ശക്തി എനിക്ക് തരുക. ശക്തി എനിക്ക് തന്നു കഴിഞ്ഞാൽ, കാരണം ഈ യുവാക്കൾ ഒരു പരിധി വരെ കല്യാണം കഴിയുന്നതിന് മുമ്പേ വേണ്ടത്ര കാര്യഗൗരവമില്ലാത്ത ആൾക്കാരൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോഴും വലിയ കാര്യഗൗരവമൊന്നുമില്ല. കാര്യഗൗരവം എന്ന് പറഞ്ഞാൽ കുറച്ച് പിടിക്കുക, സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ ഒരു അടുക്കും ചിട്ടി ഉണ്ടാക്കുക. ഒരു ഭാര്യ വന്നു കഴിഞ്ഞാൽ മാത്രമേ അത്തരം കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടായത് ലേഖ വന്നതിന് ശേഷമാണ്. ഞാനിപ്പം ഞാൻ വന്നതിന് ശേഷം അമ്പോഴേക്കും മോശമായി. എല്ലാവരും പറയുമ്പോഴും ഭയങ്കര താരമായിരുന്നു. ആ സമയത്ത് സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ചെയ്ത് ഭയങ്കര ഏഷ്യാനെറ്റിലും ചാനലിലും ഞാൻ വന്നതിന് ശേഷം അമ്പോഴേക്കും ഇങ്ങനെ എനിക്ക് ഭയങ്കര വിഷമം. ഇങ്ങനെ പലരും പറഞ്ഞു. ഞാൻ ഇപ്പോൾ ചോദിക്കുമ്പോഴാണ് അമ്പോഴും പറയോ, നീ വന്നതിന് ശേഷം ഞാൻ അമേരിക്കയിലേക്ക് പോയി, എല്ലാം പോയിട്ട് സിനിമ ചെയ്തു, സിനിമ സംവിധായകൻ എന്നുള്ള നിലയിലൊന്നും മുമ്പ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അഭിനയിക്കാൻ വേണ്ടി പോയി, അഭിനയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങളിലൂടെ പോയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് പറയണമെന്നുള്ളൂ, ഒരു സന്ദർഭം ഉണ്ടായാൽ മാത്രമല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. നമ്മളെന്ന സിനിമയിൽ ഒരു മികച്ച അതിലത്തെ മെയിൻ വില്ലൻ എന്ന വേഷത്തിന് വേണ്ടിയിട്ട് എന്നോട് ആൻഡ്രോ ജോസഫ്, നമ്മുടെ പ്രിയപ്പെട്ട പഴയകാല സുഹൃത്ത് ആൻഡ്രോ ജോസഫ് എന്നെ വിളിച്ച്, അങ്ങനെ ഡൽഹിയിൽ ഞാനൊരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് നേരെ ഒറ്റപ്പാലത്തേക്കാണ് വന്നത്. അങ്ങനെ അവിടെ 10-20-30 ദിവസം അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവസാനം
മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന അവസ്ഥയിൽ വേഷമില്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെതായ 2-3 പ്രൊജക്റ്റുകളുടെ കല്യാണരാമൻ, അങ്ങനെ 2-3 പ്രൊജക്റ്റുകൾ, ചൂണ്ട, അതിൻ്റെയൊക്കെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയി അദ്ദേഹം പോയി. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയായിരുന്നു താമസം. ആ സമയത്ത് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ കലവൂർ രവികുമാർ എന്നോട് പറഞ്ഞൊരു കാര്യം, അമ്പ് വിഷമിക്കുകയൊന്നും വേണ്ട, ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട, നിൻ്റെ സമയം ആകുമ്പോൾ തീർച്ചയായും നീ അബ്രവാളിയിലുണ്ടാവും. അപ്പോൾ എന്തോ ഒരു ആ സമയത്താണ് ഏകദേശം അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഇനി വിട്ടുകൊടുത്തുകൂടാന്ന് വെച്ചിട്ട്. അങ്ങനെ ആ സമയത്താണ് തിരുവനന്തപുരത്ത് നാഷണൽ ഫെസ്റ്റിവൽ വന്നത്. ആ ഫെസ്റ്റിവലിൽ പെർഫോം ചെയ്യാൻ അവസരം കിട്ടി. അവിടെ വെച്ച് ഏഷ്യാനെറ്റിലേക്ക് സുപ്രഭാത അവതാരകനായിട്ട് സെലക്ട് ചെയ്ത് ഏഷ്യാനെറ്റിൽ പോയി സുപ്രഭാതം ചെയ്ത് ഈ പടം റിലീസ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രൊമോഷൻ പരിപാടിക്ക് ഈ താരങ്ങളെല്ലാം നിൽക്കുമ്പോൾ അവരുടെ പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു അവസരം വന്നു. പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ മെല്ലെ നമ്മൾ ഈ ചാനലുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാലോ, പ്രൊഡക്ഷൻ പരിപാടികളിലേക്ക് പോയി കുറേ പരിപാടികൾ ബില്ല് സമർപ്പിക്കുക, അങ്ങനെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക, ഷൂട്ട് ചെയ്യുക, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് ഓട്ടോമാറ്റിക്കലി പെർഫോം ചെയ്യുന്ന പരിപാടിയിൽ നിന്ന് കുറച്ച് ബാക്കടിച്ച് വന്നു. എന്തിനധികം പറയും, നമ്മൾ ചെയ്യുന്ന തന്നെ ആഡ് ചെയ്യുന്ന പ്രമുഖനായ നമ്മളെ നടനില്ലേ തുടരും ചെയ്ത് പ്രകാശ് വർമ്മ സാർ ഇപ്പോൾ ആണ് ആക്ട് ചെയ്യുന്നത്. അതിന് ഓരോ സമയം അന്ന് നമ്മുടെ സുഹൃത്ത് ഞാൻ റസാക്കിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ടി.എ. റസാക്ക് പറയും, എടാ നിൻ്റെ സമയം വരും. തിലകൻ നടനായത് 49-50 വയസ്സിലാണ്, അങ്ങനെ എന്തോ ആണ്, അത്രയും വയസ്സിലാണ് ആയത്. അപ്പോൾ നിൻ്റെ സമയം വരുമ്പോൾ തീർച്ചയായും നീ അബ്രവാളിയിലെത്തും. അത് നമ്മൾ എത്ര ശ്രമിച്ചിട്ടും ചില സമയത്ത് കാര്യമില്ല, എത്ര കണക്ഷൻ ഉണ്ടായിട്ടും കാര്യമില്ല. മമ്മൂക്കൻ്റെയും ലാലേട്ടൻ്റെയും ആ ഒരു പ്രായത്തിലേക്ക് എത്ര വർഷം വേണം. ഞാനെന്താ പറയുമ്പോഴെന്നറിയോ സമയം, ഞാൻ പറയും മമ്മൂക്കൻ്റെല്ലാം പ്രായത്തിലേക്ക് എത്താൻ അമ്പോഴെന്നെല്ലാം 10-32 വയസ്സെല്ലാം 30 വയസ്സെങ്കിലും വേണ്ടേ മമ്മൂക്കൻ്റെല്ലാം പ്രായത്തിലേക്ക് എത്താൻ. ലാലേട്ടൻ്റെ പ്രായത്തിലേക്ക് അതുപോലെ 20-something വേണ്ടേ മേടിക്കുന്നു അല്ലേ? സമയം അങ്ങനെ വിശാലമായി കിടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആവട്ടെ. ഇന്നുണ്ടായ താരം നാളെ ഉണ്ടാവണമെന്നില്ല. പുതിയ താരങ്ങൾ രംഗത്ത് വന്നേ പറ്റുള്ളൂ. കാലം അതിനുള്ള വഴിയൊരുക്കട്ടെ അല്ലേ? തീർച്ചയായും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ സിനിമയെ അഭിനയിക്കണം, അത് അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. ലേഖ എപ്പോഴും പറയും, മോഡലി പറയലേ ഉള്ളൂ, അതിന് വേണ്ട കാര്യങ്ങൾ ശരീരം വരെ നോക്കുന്നില്ല. ഇപ്പം ഞാൻ കുറേശ്ശെ ശരീരം കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ലേഖയുടെ സപ്പോർട്ടാണ് എല്ലാത്തിനും കാരണം. തീർച്ചയായും എന്താ പറയുക, എനിക്ക് വലിയ സ്ക്രീനിൽ 4 ആളറിയെ തന്നെ കാണാൻ നമുക്ക് ഭയങ്കര അപ്പം അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ. തീർച്ചയായും അതുണ്ടാവണം, അതെൻ്റെ സ്വപ്നമാണ്. ഉണ്ട്, എന്നെ അറിയുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇപ്പം നമ്മളറിയാവുന്ന കുറേ ആത്മമിത്രങ്ങൾ മുമ്പേ പറയും അഭിനയിക്കണം. നമ്മളൊരു സുഹൃത്ത് മരിച്ചുപോയി. അതുപോലെ പല ആൾക്കാരും മലയാള ഇൻഡസ്ട്രിയിൽ തന്നെ പല ആൾക്കാരും, ഈവനിപ്പോൾ ഈ പറഞ്ഞ ആൻഡോ അടക്കം പലപ്പോഴും പറയടാ നീ വരണം, നിന്റെ ആകുമ്പോൾ നീ വരും. രോഹി സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ അടുത്ത ഫ്രണ്ടായിരുന്നു വിന്ധ്യൻ, അയാൾ കഥ എഴുതുകയാണ്, സിനിമയുടെയൊക്കെ പ്രൊഡ്യൂസർ. മുല്ലവള്ളി നെന്മാവ് എന്ന അതിൻ്റെയൊക്കെ പ്രൊഡ്യൂസറായിരുന്ന വിന്ധ്യേട്ടൻ എപ്പോഴും പറയും, നീ വരൂടാ, നീ എന്തായാലും പെർഫോം ചെയ്യണം, എനിക്ക് അതിൻ്റെ ഒരു ടെക്സ്റ്റർ ഉണ്ട്, നീ പെർഫോം ചെയ്യണമെന്ന് പറയും. ആവട്ടെ, ഒരു സമയമാകുമ്പോൾ അതൊക്കെ നടക്കും അല്ലേ? ഈ പറഞ്ഞ പല ആൾക്കാരും മൺമറഞ്ഞു പോയി എന്നുള്ളതാണ് വിഷമം. കാരണം സിനിമ ഇൻഡസ്ട്രിയിൽ ആ സമയത്തുണ്ടായ ചങ്കായ ആൾക്കാരൊക്കെ സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ അവർക്ക് മൺമറഞ്ഞു പോയി. എങ്കിലും എന്തെങ്കിലും ഒരു ദിവസം അല്ലേ അല്ലടോ? തീർച്ചയായും ഉണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് ഇതന്നെ പറഞ്ഞു, നമുക്ക് ഒരു ദിവസത്തെ ഇനി നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് അടുക്കളയിൽ. അതും കൂടെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി വീഡിയോയിലേക്ക് കിടക്കാം. അടുക്കള പണി എന്ന് പറഞ്ഞാൽ അടിപൊളി പണിയാണ്. അടിപൊളി പണി. കാരണം അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതല്ല, സ്ഥിരം ചെയ്തുകൊണ്ടേയിരിക്കണം. ഇപ്പം പിന്നെ ശീലമായി. പണ്ടേ പറയും അമ്പോട്ടെ നല്ല ഫുഡ്, അടിപൊളി ടേസ്റ്റ്. എന്നിട്ട് ഞാനന്ന് വെറുതെ പറയും, നീ ഇങ്ങനെ ഫുഡ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ഥിരതാമസം ഇപ്പം അടുക്കളയിലായി എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ അടുക്കളയിൽ തന്നെയാണ് ചില കാര്യങ്ങൾ. അത് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല, വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. പിന്നെ ചില എഡിറ്റിങ് കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം അല്ലേ? ഓൺലൈനിൽ നിങ്ങളോട് സംസാരിക്കാം, അതിനിടയിൽ പോകാം. ഓക്കെ.